ഓഗസ്റ്റ് 2 18-ാം ആഴ്ചയിലെ ഞായറാഴ്ച. മത്തായി 14:13 മുതൽ 21 വരെ വാക്യങ്ങൾ. പല ജീവകാരുണ്യ സംഘടനകളും സർക്കാർ ആശുപത്രികളിൽ ദരിദ്രരായ രോഗികൾക്ക് പൊതിച്ചോർ അഥവാ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. ദരിദ്രർക്ക് സൗജന്യമായി കുറച്ച് ഭക്ഷണ പാക്കറ്റുകൾ നൽകുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ തന്നെ എല്ലാ ആഴ്ചയും സെൽഫ് ഹെൽപ്പ് വിമൻസ് ഓർഗനൈസേഷൻ ഏകദേശം 50 മുതൽ 100 വരെ ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ശ്രീ മുരളീധരൻ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ ആശുപത്രി പരിസരത്ത് ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് സർക്കാർ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധമുയർന്നു. വർഷങ്ങളായി ഇടവേളയില്ലാതെ തുടരുന്ന ഒരു മാനുഷിക സംരംഭത്തെ തകർക്കാൻ മന്ത്രി ശ്രമിക്കുന്നുവെന്ന് DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ആരോപിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകുന്ന അത്ഭുതകരമായ സംഭവം നാം കേൾക്കുന്നു. സ്നാപയോഹന്നാന്റെ മരണവാർത്ത കേട്ടപ്പോൾ യേശു ഏകാന്തത തേടുന്നതോടെയാണ് സംഭവം ആരംഭിക്കുന്നത്. പക്ഷെ ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നു. വിശ്രമം ആവശ്യമായിരുന്നിട്ടും ജനങ്ങളോടുള്ള അനുകമ്പയാൽ പ്രചോദിതനായി യേശു രോഗികളെ സുഖപ്പെടുത്തി ഒടുവിൽ അവരെല്ലാം പോറ്റുന്ന അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തു. അവന് അവരോട് അനുകമ്പ തോന്നി എന്ന വാചകം യേശുവിൻ്റെ ജനങ്ങളോടുള്ള സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും ആഴം വെളിപ്പെടുത്തുന്നു. അവൻ്റെ ദിവ്യ സ്വഭാവവും തൻ്റെ ആട്ടിൻകൂട്ടത്തിന് ഒരു ഇടയനെന്ന നിലയിലുള്ള പങ്കിനെയും പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന പ്രസ്താവനയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നതിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വിശ്വാസത്തിൽ പ്രവർത്തിക്കാനും യേശു അവരെ പ്രേരിപ്പിക്കുന്നു. വിശ്വാസത്തെയും ദൈവിക കരുതലിനെയും കുറിച്ച് അവരെ പഠിപ്പിക്കുന്നു. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി എന്ന പ്രസ്താവന ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, പ്രതീക്ഷിച്ചതിലും അധികമായി ദൈവത്തിൻ്റെ കരുതലിൻ്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഒരു സമൂഹം എങ്ങനെ പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു എന്ന് നോക്കുക. വിഭവങ്ങൾ വിരളമാണ്, ആവശ്യങ്ങൾ അതിരുകടന്നതുമാണ്. എന്നിരുന്നാലും തങ്ങളുടെ വിഭവങ്ങളും കഴിവുകളും സംയോജിപ്പിച്ച് ഒത്തുചേരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ അത്ഭുതകരമായി നിറവേറ്റുന്നതായി നാം കാണുന്നു. അപ്പത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും വർധനവിൽ കാണുന്ന വിശ്വാസം, കാരുണ്യം, കൂട്ടായ പ്രവർത്തനം എന്നിവയുടെ തത്വങ്ങളെ ഈ ആധുനിക കാല ദൃഷ്ടാന്തം പ്രതിഫലിപ്പിക്കുന്നു. വിശ്വാസം നിറഞ്ഞതും കരുണാമയമായ സേവനത്തിൽ നിന്ന് അസാധാരണമായ ഫലങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ഇത് കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 5000 പേർക്ക് ഭക്ഷണം നൽകുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും മറ്റുള്ളവരെ സേവിക്കാനുള്ള ആഹ്വാനത്തിൻ്റെയും ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ കരുതലിൽ വിശ്വസിക്കാനും സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി പ്രവർത്തിക്കാനും അനേകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.